ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ഇതിനകത്തുണ്ടാകാം. ഇங்கே குழந்தைகள் தம்பதிகள் இருக்கலாம். ഒരു ചിന്ന പ്രയർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഒരു ചിന്ന പ്രയറെ உங்களுக்கு கற்றுக் கொடுக்கிறேன். അത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ കുഴന്തകൾ ഇല്ലാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ജപിക്ക വേണ്ടും. കുഴന്തകൾ ഇല്ലാത്ത ദമ്പതികൾക്ക് നിങ്ങൾ ചൊല്ലി കൊടുക്കണം. വർഷങ്ങൾക്കപ്പുറത്ത് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ ഈശോ വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണത്. നർക്കണനാഥൻ മുൻപ് അമർന്നപ്പോൾ കടവുൾ വെളിപ്പെടുത്തി കൊടുത്ത ജപം അതിപ്രകാരമാണ്. അത് ഇவ்வாறு ദിവ്യവൈദ്യനും ഔഷധവുമായ യേശുവേ, മരുന്നും മരുത്തുവരുമാണ് യേശുവേ, എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വന്ന് നിറപ്പും, പൂർണ്ണമായി സുഖപ്പെടുത്തണമേ, മുഴുമയാക ഗുണപ്പെടുത്തും, സന്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ, കുഴந்தை ചെൽവത്തെ കൊടുത്ത് ആശീർവദിയും. മരുന്നും മരുത്തോറുമായ യേശു എന്നിൽ വന്ന് നിറപ്പും, മരുന്നും മരുത്തോറുമാണ് യേശുവേ എന്നിൽ വന്ന് നിറപ്പും, പൂർണ്ണമായി ഗുണമാക്കപ്പെടും, മുഴുമയാക ഗുണപ്പെടുത്തും, സന്താന കുളന്ത ഭാഗ്യം നൽകി ആശീർവദിയും, കുഴந்தை ചെൽവത്തെ കൊടുത്ത് ആശീർവദിയും. കാലേ മാലേ 3 മുറ ചൊല്ലി പ്രാർത്ഥിപ്പാനായിട്ട് അവിടെ വന്ന മക്കൾക്ക് നിർദ്ദേശം നൽകി. കാലേ മാലേ 3 മുறை ജപിക്കുമ്പടി അവർ ചൊല്ലി ആശീർവദിത്തേൻ. ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം 3 മാസത്തോളം തുടർച്ചയായി അവരവിടെ വന്നിട്ടുണ്ട്. 3 മാസം തുടർന്ന് അത് ജപത്തിற்கு വന്നുകൊണ്ടിരുന്നാர்கள். അവിടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന മുടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുടുംബത്തിൽ കുടുംബ ജപത്തെ നിർത്തക്കൂടാതെന്ന് ചൊല്ലിയിരുന്നു. സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ ദൈവാലയത്തിൽ പോയി വിശുദ്ധ ബലി അർപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകിയായിരുന്നു. മുടിന്തവരെ എല്ലാ നാളും തിരുപ്പള്ളിക്ക് ചെന്ന് തിരുപ്പള്ളി പങ്കെടുക്കുമ്പടി ചൊന്നേൻ. 3 മാസം കഴിഞ്ഞ് ജിൻഡോ ഒരു വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് കടന്നു വരികയാണ്. 3 മാസത്തിற்கு பிறகு ജിൻഡോ വെള്ളിക്കിഴமை ஊழியத்திற்கு கடந்து வருகிறார். അവന്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമൊക്കെ തോന്നി. അവരുടെ മുഖത്തെ பார்த்தபோது ഒരു സന്തോഷം ഇരുന്നത്. എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, കൺഫേംഡ് ആയിട്ടില്ല, എൻ്റെ ഭാര്യ റോസ്മോൾ ഇപ്പോൾ ഗർഭിണിയാണ് ഫാദർ എന്ന് എന്നോട് അറിയിച്ചു. എൻ്റെ റോസ്മോൾ ഇപ്പോൾ ഗർഭിണി എന്ന് അവർ വെളിപ്പെടുത്തിനാർ രഹസ്യമായി. 2 മാസം കഴിഞ്ഞ് ഡോക്ടർ അവിടെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ 2 മാസത്തിന് പിറகு ഡോക്ടർ പരിശോധന ചെയ്തപ്പോൾ ഇനി ജോലിക്കൊന്നും പോകണ്ട, ഈ വേലയ്ക്ക് പോക വേണ്ട, ഉദരത്തിൽ ഒരു കുട്ടിയല്ല 3 കുട്ടിയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. വയറ്റിൽ ഒരു കുഴന്തയല്ല 3 കുഴന്ത ഇരിക്കുന്നത് എന്ന് കൂറിനാർ. ഞാൻ പറഞ്ഞു, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, വല്ലമ്മയോട് ജപിക്ക വേണ്ടും. അമ്മയുടെ പ്രാർത്ഥന കുഞ്ഞിന്റെ പ്രാർത്ഥന പോലെ യേശു സ്വീകരിക്കും. അമ്മാവിൻ ജപത്തെ കുഴന്തകൾ ജപത്തെ പോലെ ഏറ്റുകൊള്ളുവാർ. ഇപ്പൊ ഈ കുളന്തകളൊന്നും പ്രാർത്ഥിക്കുന്നില്ല എന്ന് അമ്മമാര് പറയരുത്. കുഴന്തകൾ ജപിപ്പതില്ലേ എന്ന് നിങ്ങൾ ചൊല്ല വേണ്ടാം. ഒരമ്മ കുളന്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഒരു അമ്മ കുഴന്തയ്ക്ക് വേണ്ടി ജപിത്താൽ, ഒരു ഭാര്യ കണവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഒരു മனைவி കണവടുക്ക് വേണ്ടി ജപിത്താൽ, ഒരു മണവി കണവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, മனைவி കണവട് വേണ്ടി ജപിത്താൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. കടവുൾ அந்த ജപത്തെ കേൾപ്പാർ. അങ്ങനെ റോസ്മോൾ മാസം തികഞ്ഞ് പ്രസവിക്കുകയാണ്. റോസ്മോൾ മാസം നിറവേറ്റ് അവർ പ്രസവിച്ചു. അതിനകത്ത് നഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇതിൽക്കുള്ള ഒരുവേള നഴ്സും ഡോക്ടറെല്ലാം. പൂർണ്ണ വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുമയാണ് വളർച്ച എന്നാൽ എന്ന 9 മാസം, 9 മാதം, 9 ദിവസം, 9 നാட்கள், 9 മണിക്കൂർ, 9 മണി നേരം, 9 മിനിറ്റ്, 9 നിമിഷം, 9 സെക്കൻഡ്. 9 സെക്കൻഡ് അപ്പ പ്രസവിക്കുന്നതാണ് പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞിന്റെ കാലാവധി. അങ്ങനെയാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അപ്പടി പ്രസവിപ്പതാണ് മുഴുമയാണ് പ്രസവം എന്ന് ചൊല്ലപ്പെടുகிறது. അങ്ങനെ ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങൾ, ഒരേ പ്രസവത്തിൽ 3 കുഴന്തകൾ. അവരുടെ പേര് സാക്ഷി നൽകി പ്രകാരമാണ്. അവർ പേര് ഇവാറ് സാക്ഷി ചെയ്താர்கள். ജുവാന, ജുവാന, ജോഷുവ, ജോസുവ, ജാക്വലിൻ. ജാക്കുലിൻ. ഒരു കുഞ്ഞാങ്ങളയ്ക്ക്, ഒരു ആൺകുഴന്തയ്ക്ക് 2 കുഞ്ഞിപ്പെങ്ങന്മാര്. 2 പെൺ തങ്കൈ. ഒന്ന് കരങ്ങൾ തട്ടി നല്ല ദൈവത്തോട് നന്ദി പറഞ്ഞേ. ഇതിനകത്ത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുണ്ടായിരിക്കാം. ഇതിற்குள்ள കുഴന്തകളില്ലാത്ത ദമ്പതികൾ ഇരിக்கலாம். ആരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ, ആരംഭത്തിൽ കൂറിയதை പോലെ, പരിശുദ്ധ അമ്മയോട് നീ പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധ അന്നയോട് ജപിത്താൽ, പരിശുദ്ധ കുർബാനയോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, തിരുപ്പള്ളിയോട് ചേർന്ന് ജപിത്താൽ, പരിശുദ്ധാത്മാവോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധ ആത്മാവോട് ചേർന്ന് ജപിത്താൽ, ഇത് എങ്ങനെ സംഭവിക്കുമെന്നല്ല പറയേണ്ടത്. ഇത് എപ്പടി നടക്കുമെന്ന് നാം ഒരു കുഞ്ഞിനെ തന്നു കഴിഞ്ഞു എന്ന ബോധ്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു കുഴந்தை கிடைத்து വിട്ടത് എന്ന നമ്പിക്കയോട് ജപിക്ക வேண்டும். ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ലൂക്ക 1:35 വാസിக்கிறோம். പരിശുദ്ധാത്മാവ് വരും, തൂയ ആവി ഉമ്മിടം വരും, അത്യുന്നതന്റെ ശക്തി ഉന്നത കടവുളിൻ വല്ലമൈ നിന്റെ മേൽ ആവസിക്കും, ഉമ്മിടം നിഴലിടും. ദൈവത്തിന്റെ ശക്തിയാണ് അവിടെ കടന്നു വരുന്നത്. ആണ്ടുடைய വല്ലമൈதான் കടന്നു വരുகிறது. നടക്കില്ല എന്ന് പറഞ്ഞ എത്രയോ സംഗതികളാണ്. ഇത് നടക്കാതെ എന്ന് சொன்ன എത്രയോ കാര്യങ്ങൾ, 100 കാര്യങ്ങളെങ്കിലും നമ്മുടെ അക്കൗണ്ട് തുറന്നു തന്നത് പരിശുദ്ധ അമ്മയാണ്. അക്കൗണ്ട് തുറന്നു കൊടുത്തത് പരിശുദ്ധ കന്യമറിയാണ്. മക്കൾക്ക് പഠിക്കാൻ പറ്റില്ല, പിള്ളേർക്ക് പഠിക്കാൻ മുടിയവില്ല. റിസൾട്ട് വന്നപ്പോൾ ഫുൾ A+. റിസൾട്ട് വന്നപ്പോൾ ഫുൾ. വിവാഹം നടക്കില്ല, അവിടെ വിവാഹം നടന്നു.
അതുപോലെ തന്നെ നടക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അനേകം കാര്യങ്ങളുടെ അക്കൗണ്ട് തുറന്നു തന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ടാണ്. നടക്കാതെன்று வைத்த அநேக ஆசீர்வாதங்களை திறந்து கொடுத்தது பரிசுத்த மரியாளுடைய அக்கவுண்ட் வழியாகத்தான். ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണം. இதயத்தில் காப்பாற்றிக் கொள்ள வேண்டும். ആത്മാവ് വന്നാൽ, ஆவியானவர் வந்து விட்டால் ഒരു തടയലും പിന്നെ ഉണ്ടാകുകയില്ല. ஒரு തടയും ഇനി இருக்காது. വർദ്ധകരമയത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, കരൾ ഉയർത്തി ഹല്ലേലൂയ. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ച്, ഇത് எப்படி நிகழும் என்று நினைத்துக்கொண்டு മനസ്സിൽ സന്ദേഹങ്ങളുമായി വന്നവരോട്, மனதில் சந்தேகத்தோடு வந்தவர்களுண்டு. യേശു കർത്താവ് വചനത്തോടെ പറയുകയാണ്, இயேசு இறைவார்த்தை வழியாக கூறுகிறார், പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, பரிசுத்த ஆவி உங்கள் மீது வரும், അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. உன்னத கடல் വல்லமை உன்മീது നിഴലിടും. അപ്പോഴാണ് നടക്കാത്ത കാര്യങ്ങൾ നടക്കുന്നത്. அப்போது நடக்காத காரியம் எல்லாம் நடக்கும். രണ്ടാമത് മാതാ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, இரண்டாவது ஸ்டேட்மெண்ட், ഇതാ കർത്താവിന്റെ ദാസി, இதா ஆண்டவரின் அடிமை, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. உமது வார்த்தை என்னில் நிறைவேறட்டும். ലൂക്കായുടെ സുവിശേഷം 1:38 വാക്യം. லூக்கா 1:38. എന്താ പറയുന്നത്? ഇതാ കർത്താവിന്റെ ദാസി, இதா ஆண்டவரின் அடிமை, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. உன் சொற்படியே எனக்கு நிகழட்டும். ഈ വാക്ക് പറഞ്ഞതിന് ശേഷം இந்த வார்த்தை கூறியதற்கு பிறகு മാതാവ് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. மாதாவு பிறகு பின் வாழ்க்கை திரும்பி பார்க்கவில்லை. ബേത്ലഹേമിലേക്ക് യാത്രയാവുകയാണ്. பெத்லகேமை நோக்கி பயணமாகிறார். ഇതാ വീണ്ടും തിരിച്ചു വരികയാണ്. இதை மீண்டும் திருப்பி வருகிறார். യേശുവിന്റെ പീഡാസഹനം ഉണ്ടാകുമ്പോഴും, இயேசுவின் பாடு வாழ்க்கை நடக்கிறது, മുൾമുടി ചൂടുമ്പോഴും, முள்கிரீடம் வைக்கின்ற ചാട്ടവാർ അടിക്കുമ്പോഴും சாட்டவர் அடி வாங்கும் போதும் ഒരു കമന്റ് മാതാവ് പറയുന്നില്ല. ஒரு வார்த்தை மாதா பேசவில்லை. കാരണം കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നെ നിറവേറട്ടെ. இது ஆண்டவன் அடிமை, உனது வார்த்தைப்படி எனக்கு நிகழட்டும் என்று சொன்னார். ഈ ലോകത്തിൽ പരാതി പറയാത്ത ഒരു സ്ത്രീ രക്തമാണ് പരിശുദ്ധ കന്യാമറിയം. இந்த உலகத்தில் புகார் சொல்லாத ஒரே ஒரு பெண் தான் பரிசுத்த கன்னிமரியாள். ഇവിടുന്ന് അവിടുന്ന് യാത്ര പുറപ്പെട്ട് ഇവിടെ എത്തണ നേരം വരെ തന്നെ കുറെ പുകയില് നമ്മൾ പറഞ്ഞു പരത്തിയില്ലേ? நாம் பயணமாகிற தொடக்கம் இதுவரை எத்தனை புகார் சொல்லி கொண்டு வந்திருக்கிறோம். ഒരു പരാതിയുമില്ല എന്ന്. மாதாவுக்கு ஒரு புகாரும் இல்லை. വായിൽ നിന്ന് ഒരു പരാതിയും പറയില്ല എന്ന്. வாய் வழியா ஒரு புகாரும் சொன்னதே இல்லை. ഇന്ന് ഈ കർമ്മലമാതാന്റെ തിരുനാൾ ആഘോഷിക്കാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന മക്കളോട്, கர்மலவாதா திருவிழா கொண்டாட கடந்து வந்த மக்களோடு, ഇന്ന് ഇവിടുന്ന് പുറപ്പെട്ട് இன்று நாம் இங்கிருந்து புறப்பட்டு അടുത്ത വാരം ഇവിടെ വരുന്നത് വരെ அடுத்த வாரம் திருப்பி வருகிற ആരെ കുറിച്ചും யாரை பற்றியும் ഒരു തിന്മയും പറയില്ല എന്ന് തീരുമാനമെടുത്താൽ, ஒரு தீமையும் பேச மாட்டேன் என்று முடிவெடுத்தால், അവരുടെ ഹൃദയത്തിലും കുടുംബത്തിലും അതിശയങ്ങൾ നടക്കും. அவருடைய இதயத்திலும் குடும்பத்திலும் அற்புதம் நடக்கும். വർദ്ധകരമയത്തി ഹല്ലേലൂയ, ஹல்லேலூயா, ഹല്ലേലൂയ. ஹல்லேலூயா. ധൈര്യമുണ്ടോ തീരുമാനം എടുക്കാൻ? அப்படி தீர்மானம் எடுக்க தைரியம் இருக்கிறதா? നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് മതി. நன்றாக ஜெபித்து விட்டு தீர்மானம் எடுக்க வேண்டும். ചില ആളുകൾ തീരുമാനമൊക്കെ എടുക്കും. சில நபர்கள் தீர்மானம் எடுப்பார்கள். ദൈവത്തിന്റെ സഹായമില്ലാതെ തീരുമാനങ്ങൾ പൂർത്തിയാക്കാൻ പറ്റില്ല. ஆண்டுடைய உதவி இல்லாமல் தீர்மானத்தை நிறைவேற்ற முடியாது. ഇതാ വീണ്ടും മാതാവിന്റെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. மாதாவின் மூணாவது ஸ்டேட்மெண்ட், മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? மகனே, நீ ஏன் இவ்வாறு செய்தாய்? നിന്റെ പിതാവും ഞാനും உன்னுடைய பிதாவும் நானும் ഉത്കണ്ഠയോടെ கலக்கத்தோடு നിന്നെ അന്വേഷിക്കുകയായിരുന്നു. உன்னை தேடிக்கொண்டிருந்தோமே. ലൂക്കയുടെ സുവിശേഷം 2:48 വാക്യം. லூக்கா 2:48. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേൻ. அந்த வார்த்தையை கவனிப்போம். മകനേ, மகனே, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? நீ இப்படி எங்களோடு ஏன் செய்தாய்? അടുത്ത വാക്യം ശ്രദ്ധിക്കണം. அடுத்த வார்த்தை கேட்க வேண்டும். നിന്റെ പിതാവും. உனது தந்தையும். ഇതാണ് ഒരു ഭാര്യയുടെ ക്വാളിറ്റി. இது ஒரு மனைவியினுடைய குவாலிட்டி. നിന്റെ പിതാവും உனது தந்தையும் ഞാനും நானும் ഉത്കണ്ഠയോടെ மிகுந்த கவலையோடு നിന്നെ അന്വേഷിക്കുകയായിരുന്നു. உன்னை தேடிக்கொண்டிருந்தோமே. നമ്മളാണെങ്കിൽ എന്താ പറയാ? நாம் என்றால் என்ன சொல்வோம்? എൻ്റെ മോനെ, നിന്നെ തേടി എന്തോരം ഞാൻ അന്വേഷിച്ച് നടന്നറാ എന്നൊക്കെ പറയാ. மகனே, உன்னை தேடி எவ்வளவு நடந்தோம் என்று சொல்லுவோம். മാധവ് പറഞ്ഞു കേട്ടോ? மாதா சொன்னதை கேட்டீர்களா? നിന്റെ പിതാവ്. உனது தந்தையும். ഒരു ഭാര്യ ഭർത്താവിനെ റെസ്പെക്റ്റ് ചെയ്യണം. ஒரு மனைவி கணவனுக்கு மதிப்பு கொடுக்க வேண்டும். ഭർത്താവ് വീട്ടിലിരിക്കുമ്പോൾ ഭാര്യ അതിന് വിധേയപ്പെടണം. கணவன் வீட்டில் இருக்கிற போது மனைவி அவருக்கு கீழ்ப்படிய வேண்டும்.
ഭർത്താവിന് ദീർഘായുസ് കൊടുക്കുന്നത് നല്ല ഭാര്യയുടെ സാന്നിധ്യമാണ്. கணவருக்கு நீடி ஆயுள் கொடுப்பது நல்ல மனைவியின் கடமை. ജോലി കഴിഞ്ഞ് ഭർത്താവ് കടന്നു വരുമ്പോൾ മുഖം ഒന്ന് എറ്റിപ്പിടിക്കാതെ, வேலை முடிந்து கணவர் வீட்டுக்கு வரும்போது முகத்தை നല്ല பிடித்திருக்காமல் സന്തോഷവതിയായിട്ട് மகிழ்ச்சியோடு ഒരു ഗ്ലാസ് കാപ്പി കൊണ്ട് കൊടുത്തു നോക്കിയേ. ஒரு கிளாஸ் காப்பி வைத்து கொடுத்து பாருங்கள். ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കണം ഭർത്താവ്. ஆபீஸ் போவதற்கு கணவர் தயாராகி கொண்டிருக்கிறார். നല്ല സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ நல்ல அன்புள்ள மனைவியாக இருந்தால் ഇസ്തിരിക്കിട്ടിരിക്കുന്ന ഷർട്ട് കൊണ്ടു ചേട്ടാ ഷർട്ട്. சட்டெல்லாம் நன்றாக தேய்த்து கணவரிடம் கொண்டு போய் அன்பாக சட்டை கொடுப்பார்கள். അതിനേക്കാൾ കുറച്ചുകൂടി സ്നേഹം ഉണ്ടെങ്കിലോ, இனி அதிகம் அன்பு இருந்தால் ഷർട്ട് ഇടിച്ചു കൊടുക്കും. சட்டை கணவருக்கு போட்டு கொடுப்பார்கள். ഷർട്ട് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ബട്ടൺ ഇല്ലാന്ന് വിചാരിക്കുക. அந்த சட்டு போட்ட பிறகு ஒருவேளை சட்டில் பட்டன் இல்லாமல் போய்விட்டால், ചേട്ടാ നിൽക്ക്, ഞാൻ സൂചി നൂലും കൊണ്ടുവരാം. அதான் நில்லுங்கள், நான் ஊசி நூல் கொண்டு ഉടനെ வருகிறேன். സൂചി നൂല് കൊണ്ടുവന്ന് കുത്തും, അത് ശരിയാക്കും. உடனே ஊசி நூலை கொண்டு வந்து பட்டனில் குத்துவார்கள். ഒന്നാമത്തെ ബട്ടൺസ് ശരിയാക്കി കൊടുത്തു. முதல் பட்டன் சரியாக்கப்பட்டது. രണ്ടാമത്തെ ബട്ടൺ കുത്തിയപ്പോൾ ரெண்டாவது பட்டன் குத்துகிற போது ഒരു കുത്ത് ശരീരത്തിലും കൊടുത്തു. ஒரு குத்து உடம்பிலும் கொடுப்பார்கள். സോറി 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 ദേഹത്ത് കൊണ്ടോ എന്ന് ചോദിക്കും. சாரி கேட்பார்கள். பிறகு കുറെ എന്നെ വേദനിപ്പിച്ചിട്ടില്ലേ, ഒരെണ്ണം അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതായിരിക്കും അത്. எனக்கு நிறைய வேதனை கொடுத்திല്ല, ஒரு குத்து இருக்கட்டும் என்று கொடுப்பார்கள். എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായിരിക്കും. கணவருக்கு மதிப்பு கொடுக்கிற மனைவி இருந்தால் அந்த குடும்பம் ஆசீர்வதிக்கப்பட்ட குடும்பம். നീ എത്രമാത്രം ഉന്നതനാണോ, நீ எந்த அளவிற்கு உயர்ந்திருக்கிறாயோ അത്രമാത്രം വിനീതയായി തീരുക. அந்த அளவிற்கு தாழ்ச்சியோடு இரு. എനിക്ക് തമിഴ്നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ? தமிழ்நாட்டுக்கு வரும்போது எனக்கு மிக விருப்பமான காரியம் என்ன தெரியுமா? അനേക സ്ഥലങ്ങളിൽ ഞാൻ പോകാണ്ട് ഏത് തമിഴ് മക്കൾ വന്നാലും ഫാദർ ആശ്വതി ഇങ്ങനെ തലങ്ങിട്ട് നീട്ടിപ്പിടിക്കും. எங்கு சென்றாலும் ஆசீர்வதிக்கும்படி தலையை காட்டுவார்கள். ഒരു കുരിശടയാളം വരയ്ക്കുമ്പോൾ എന്തൊരു സന്തോഷം. ஒரு சிலுவை போட்டால் அவர்களுக்கு எவ்வளவு மகிழ்ச்சி தெரியுமா? കേരളത്തിൽ അങ്ങനെ കാണാറൊന്നുമില്ല. കേരളത്തിൽ அப்படி ஒன்றும் இல்லை. ചില ആളുകൾ മുട്ടുകുത്തും. சில நபர்கள் முழந்தால் படிடுவார்கள். ചെളിയാണെങ്കിലും ആ ചെളി വെള്ളത്തിൽ മുട്ടുകുത്തും. சேரா இருந்தாலும் அந்த இடத்தில் முழந்தால் படிடுவார்கள். അല്ലെങ്കിൽ അത് ടാറിട്ട ഒരു റോഡാണെങ്കിൽ ഇഷ്ടിക വിരിച്ചാണെങ്കിൽ അവിടെ മുട്ടുകുത്തി ബ്ലെസ്സിങ് ചെയ്ത് ഞാൻ കാണാറുണ്ട്. ടാറാ இருந்தாலும் ടൈൽസാ இருந்தாலும் முழந்தால் படிയിട്ട് ஜெபிப்பார்கள். ഒരു ഭാര്യ ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യണം. ഒരു മனைவி കണവനുക്ക് മതിപ്പ് മര്യാദ കൊടുക്ക வேண்டும். അതുപോലെ തന്നെ ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം. അതുപോലെ ഒരു മனைவி കണവരെ അൻപ് ചെയ്യ வேண்டும். ഭർത്താവ് ഭാര്യയും സ്നേഹിക്കണം. അതുപോലെ കണവർ മனைவிയും അൻപ് ചെയ്യ வேண்டும். ഭർത്താക്കന്മാർക്ക് ആവശ്യമുള്ളത് ബഹുമാനമാണ്. കണവർക്ക് தேவையானது മര്യാദ. ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് സ്നേഹമാണ്. മனைவிക്ക് தேவை അൻപ്. സ്നേഹവും ബഹുമാനവും ഒരു വീട്ടിലുണ്ടായാൽ, അൻപും മര്യാദയും ഒരു വീട്ടിൽ ഇരുന്നാൽ ആ കുടുംബത്തിന് മുന്നേറ്റമുണ്ടാകും. அந்த കുടുംബത്തിൽ മുന്നേറ്റം നടക്കും. ആ കുടുംബം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. കുടുംബം വളർന്നുകൊണ്ടേ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? മകനെ, നീ എങ്ങളോട് ഇപ്പടി ഏൻ ചെയ്താய்? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഉണത് തന്റെ നാനും മികവും കലക്കത്തോട് തേടിക്കൊണ്ടിരുന്നോമേ. അപ്പൊ മാതാവിന്റെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേജ് പത്തിരികളാ. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്നവെന്നാൽ നമ്മൾ നേരത്തെ വായിച്ചു കേട്ടതാണ്. ആരംഭത്തിൽ വായിച്ചു കേട്ടു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അങ്ങേ ദ്രാക്ഷരസം തീർന്നപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, യേശുവിൻ തായ് അവരിடம் കൂറിനാർ, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് ദ്രാക്ഷരസമില്ല. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യം. യോവാൻ 2:3. ഒരു അമ്മ സ്നേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന്, ഒരു അമ്മാവിൻ അൻപിനുடைய വിശേഷം എന്നവെന്നാൽ, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നത്, ആണ്ടവരുടെ ആവിയാണവർ കൂറുகிறாർ, സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നവളാണ് അമ്മ. നാം പെற்றுക്കൊള്ളുവதை വിட அதிகமாக കൊടുப்பവർதான் അമ്മ. വാക്കുകളെക്കാൾ കൂടുതലായി പ്രവർത്തിക്കുന്നവളാണ് അമ്മ. വാർത്ത പേசுவதை വിட அதிகமாக செயல்படுவதுதான் അമ്മ. ഒരമ്മയുടെ സ്നേഹം അങ്ങനെയാ. ഒരു അമ്മാവിൻ അൻപ് അപ്പടിത്താൻ. കഴിഞ്ഞ ആഴ്ച ഒരു അമ്മച്ചി എന്നോട് വന്ന് ഇങ്ങനെ പറയുകയായിരുന്നു. പോണ വാരം ഒരു അമ്മ എന്നിடம் வந்து ഇவ்வாறு കൂറിനാർ, എന്നെ പിടിച്ച് തല്ലി എൻ്റെ എല്ലൊക്കെ ഒടിച്ചു ഫാദറെ. എന്നെ എൻ കണവർ അടിത്ത് എൻ എലുമ്പയെല്ലാം ഒടിத்து വിട്ടാർ ഫാദർ. അയൽവാസികൾ വിളിച്ചു പറഞ്ഞ് അവനെ ജയിലിലാക്കി. പക്കത്ത് വീട്ടുകാരെല്ലാം കൂപ്പിട്ട് വന്ന് എൻ കണവരെ ജയിലിൽ പെട്ടാர்கள். ഈ അമ്മ വന്ന് എന്നോട് പറയുന്നത്, இந்த അമ്മ வந்து என்னிடம் கூறுவது, അവനെ ജാമ്യത്തിൽ ഇറക്കാൻ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ കണവരെ ജാമ്യത്തിൽ ഇറപ്പதற்கு ഫാദർ എനിക്ക് ഉദവി ചെയ്യ வேண்டும். ഇതാണ് അമ്മ എന്ന് പറയുന്നത്. ഇதைத்தான் അമ്മ എன்கிறோம்.
ഏത് നാട്ടിലാണെങ്കിലും ഏത് ദേശത്താണെങ്കിലും எந்த நாட்டில் எந்த ஊரில் இருந்தாலும் അമ്മ ഹൃദയം എന്ന് പറഞ്ഞാൽ அம்மாவின் இதயம் என்று சொன்னால் സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നവളാണ് അമ്മ. பெற்றுக்கொள்வதை விட அதிகமாக கொடுப்பவளாக இருப்பார். വാക്കുകളെക്കാൾ ഉപരിയായി പ്രവർത്തിക്കുന്നവളാണ് പരിശുദ്ധമ്മ. வார்த்தை பேசுவதை விட அதிகமாக செயல்படுபவராக இருப்பார். മാതാവിന്റെ 4 സ്റ്റേറ്റ്മെന്റുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. மாதாவுடைய 4 ஸ்டேட்மெண்டில் ഇപ്പോൾ சென்று கொண்டிருக்கிறோம். 1, ഇത് എങ്ങനെ സംഭവിക്കും. 1, ഇത് எப்படி நிகழும். 2, ഇതാ കർത്താവിന്റെ ദാസി. ഇത് ആണ്ടവരിൻ അടിമൈ. 3, നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഉൻ തന്തയും നാനും മികുந்த കവലയോട് തേടിക്കൊണ്ടിരുന്നു. 4, അവർക്ക് വീഞ്ഞില്ല. 4, അവർക്ക് ദ്രാക്ഷരസമില്ല. 5ാമത്തെ കാര്യം, 5ാவது യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യം. യോവാൻ 2:5. അവന്റെ അമ്മ പരിചാരോട് പറഞ്ഞു, അവരുടെ അമ്മ പരിവാളരോട് കൂറിനാർ, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അവൻ ഉங்களிடம் சொல்வதை ചെയ്യുங்கள். അമ്മ പറയുന്നത്, അമ്മ നയിക്കുന്നത് യേശുവിന്റെ പക്കലേക്കാണ്. അമ്മ சொல்வது செயல்படுவது இயேசுவின் அருகில் தான். യേശു പിതാവിന്റെ പക്കലേക്കാണ് നയിക്കുന്നത്. இயேசு நம்மை பிதாவின் அருகில் அழைத்து கொண்டு செல்கிறார். അതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. അകൽ പരിശുദ്ധ തായ് കൂറിനാർ, പരിചാരോട് പറഞ്ഞത്, പരിമാളരോട് കൂറിനാർ, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. അവൻ ഉங்களிடம் சொல்வதை ചെയ്യുங்கள். അവൻ പറയുന്നത് ചെയ്യണമെങ്കിൽ, അവർ சொல்வதை செய்ய வேண்டும் என்றால் ഉചിതമായ തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയണം. ശരിயான തീരുമാനം എടുക്ക வேண்டும். ഉത്തമമായ തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയണം. ഒരു ഉത്തമமான ഒരു തീരുമാനം എടുക്ക வேண்டும். പ്രയോജനമുള്ള തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയണം. പ്രയോജനമുള്ള തീരുമാനமாக இருக்க வேண்டும். അത് പലർക്കും സാധിക്കാത്തത് കൊണ്ടാണ്. പല നபர்களுக்கும் முடியாத காரணத்தினால் தான் അവൻ പറയും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ சொல்வதை நம்மால் செய்ய முடிவதில்லை. അതെന്തിനാ ഇപ്പോൾ ചെയ്യുന്ന, പിന്നീട് ചെയ്താൽ മതിയില്ല, എങ്ങനെ ഒരു തെറ്റായിരിക്കുന്ന ബോധ്യങ്ങൾ തലയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അപ്രകാരം പറഞ്ഞു പോകുന്നത്. തവറാണ് ചില ബോധനകൾ തലയിൽ ഇരുപ്പതും കാരണത്തിനാൽ தான் நாம் சரியாக செய்வதில்லை. യേശു പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ, യേശു சொல்வதற்கேற்ப நாம் செயல்பட ஆரம்பித்தால் അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ളതിന് സംശയമില്ല. അത്ഭുതം നടക്കും എന്നതിൽ സന്ദേഹമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കുറവുകളുണ്ടോ, ഉൻ வாழ்க்கையில் என்ன குறை இருந்தாலும் ആ കുറവുകളിലേക്ക് அந்த குறை இருக்கிற இடத்தில் നല്ലൊരു ധ്യാനത്തിൽ സംബന്ധിച്ച്, நல்ல தியானத்தில் கலந்து, നല്ല പാപസങ്കീർത്തനം നടത്തി, நல்ல പാപസങ്കീർത്തനം, നല്ല കൗൺസിലിംഗ് നടത്തി, நல்ல കൗൺസിലിംഗ് ചെയ്തു, നീ യേശുവിനെ സ്വീകരിച്ച് യേശുവെ ഏറ്റുകൊണ്ട് ആ കുറവ് എടുത്തു മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചാൽ കുറകളെ മാറ്റി തര வேண்டும் என்று ദൈവം അവിടെ പ്രവർത്തിക്കും. கடவுள் அங்கு செயல்படுவார். ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുസരിക്കുന്ന ഹൃദയത്തെയും കീഴ്പ്പെടുகிற இதயத்தையும் ശ്രവിക്കുന്ന ചെവികളും കേൾக்கிற കാതുകളും ഞാൻ അവർക്ക് നൽകും. ഞാൻ അവർക്ക് കൊടുപ്പേൻ. ബാറൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 31-ാം വാക്യം. ബാറൂക്ക് 2:31. അങ്ങനെ ഒരു ഹൃദയം നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. அப்படி ஒரு இதயம் கடவுள் கொடுத்திருக்கிறார். അതുകൊണ്ടാണ് ബാറൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ബാറൂക്ക് 2:31 വാസിக்கிறோம். അനുസരിക്കുന്ന ഹൃദയവും കീഴ്പ്പെടുகிற இதயம், ശ്രവിക്കുന്ന ചെവികളും അവർക്ക് ഞാൻ നൽകും. കേൾக்கிற കാതും അവർക്ക് തുറന്നു കൊടുപ്പേൻ. ഇന്ന് ഈ പരിശുദ്ധ കർമ്മലമാതാന്റെ തിരുനാൾ ആഘോഷത്തിന് വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മോടാണ് പറയുന്നത്, പരിശുദ്ധ കർമ്മലമാത തിരുവിള കൊണ്ടാടുകൾ നമ്മോട് കടവുൾ കൂറുகிறார். ദൈവവചനം ശ്രവിക്കുന്ന ഹൃദയം നിനക്ക് തരും. ഇறைവാർத்தை ஏற்றுக்கொள்கிற இதயத்தை கொடுப்பேன். അത് അനുസരിക്കാനായിട്ടുള്ള ജീവിതം നിനക്ക് ഞാൻ തരും. அதை கடைபிடிக்க வேண்டிய வாழ்க்கையும் கொடுப்பேன். ദൈവത്തിന്റെ വലിയ ശക്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആണ്ടുடைய ശക്തിയെ അനുഭവിக்க முடியும். നമുക്കറിയാലോ, അനുസരിക്കുന്ന കുഞ്ഞുങ്ങളോടല്ലേ നമുക്ക് താല്പര്യം. നമുക്ക് தெரியும், കീഴ്പ്പെടുகிற പിള്ളേകളോട് തന്നെ വിരുപ്പം അധികം. അധ്യാപകർക്കറിയാം, പറയുന്നത് അനുസരിക്കുന്ന വിദ്യാർത്ഥികളെ അധ്യാപകർക്ക് വലിയ ഇഷ്ടമാണ്. ആசிரியர்களுக்கு தெரியும், കീഴ്പ്പെടുகிற മാണവர்களுக்கு அவங்க ரொம்ப பிடிக்கும். ധാരാളം പ്രേക്ഷകരെയും ശുശ്രൂഷകരെ എനിക്കറിയാം. நிறைய ஊழியர்கள் இறைப்பணியாளர்கள் எனக்கு தெரியும். വിനീതരായിരിക്കുന്ന, അനുസരിക്കുന്ന, ശ്രവിക്കുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രേക്ഷകരിങ്ങനെ അവരുടെ ശുശ്രൂഷകൾ വളരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കീഴ്പ്പടിതലും കടൈപ്പിടിപ്പും ഇപ്പിടിയുള്ള ഊഴിയர்கள் വളർന്നു വരുവത് എന്നാൽ பார்க்க முடிகிறது. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരണം. ആണ്ടുடைய വിശേഷமான ആശീർവാദം നമ്മിடம் കടന്നു വര வேண்டும். മാതാവിന്റെ 5 സ്റ്റേറ്റ്മെന്റുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്. മാതാവിന്റെ 5 സ്റ്റേറ്റ്മെന്റുകളെ നാം ഇപ്പോൾ കേട്ടോ. ഇത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിത്തറയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തവ வாழ்க்கையின் അടിപ്പടயாக இருக்கிறது என்று நான் சொல்லுகிறேன். നിനക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ, തുன்பങ്ങൾ വരുகின்ற போது,
போது, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, கஷ்டங்கள் வருகிற போது, ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് വിഷമിക്കുന്ന സമയത്ത്, இது எப்படி நடக்கும் என்கிற சந்தேகப்படும் வேளையில் പരിശുദ്ധ അമ്മയും ഈശോയും നിന്റെ സവിധത്തിലേക്ക് വരും. பரிசுத்த அன்னையும் இயேசு கிறிஸ்துவும் அருகில் வருவார்கள். ആ അമ്മയുടെ സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ കേട്ടത്. அந்த அம்மாவின் ஸ்டேட்மெண்டை கேட்டோம். നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരങ്ങൾ ഉയർത്തി കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവിന്റെ വലിയ മഹത്വം ഒന്ന് നിറയട്ടെ. ദൈവ കൃപകൾ ധാരാളമായി പെയ്തിറങ്ങട്ടെ. കരങ്ങൾ നന്നായി ഉയർത്തി പിടിച്ചോണ്ട് യേശുവേ യേശുവെ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ പോരാ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിതത്തിൽ അടിപതറുന്ന സമയങ്ങളിൽ എന്റെ എല്ലാ പ്രതീക്ഷകളും തകരുമ്പോൾ പുതിയ അക്കൗണ്ട് തുറന്നു തന്ന പരിശുദ്ധമേ, എന്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു വന്ന 5 സ്റ്റേറ്റ്മെന്റുകൾ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, നിന്റെ പ്രത്യേകമായ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ ഈ വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കട്ടെ. യേശുവേ 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 യേശുവേ. കരങ്ങളെ തട്ടി குரலை கேட்பவளே, பாசமயங்கும் பார்ப்பவளே, பிள்ளைகள் குரலை கேட்பவளே, பாசமயங்கும் பார்ப்பவளே, இதயத்தில் வா இயேசுவை சுமந்தினி வா அம்மா. இதயத்தில் வா இயேசுவை சுமந்தினி வா. ഉയർത്തി തട്ടി அம்மா உம்மை வாழ்த்துகிறோம், அம்மா உம்மை வணங்குகிறோம், அம்மா உம்மை வாழ்த்துகிறோம், அம்மா உம்மை வணங்குகிறோம். இதயத்தில் வா இயேசுவை சுமந்தினி வா. இதயத்தில் வா இயேசுவை சுமந்தினி வா. இயேசுவை சுமந்தினி வா. മാതാവ് ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ മക്കളെ. மாதாவு இங்கெல்லாம் நடந்து கொண்டிருக்கிறார். കരങ്ങൾ തട്ടിയ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞു. ചിലരൊക്കെ മാതാവിനെ കാണുന്നുണ്ട്. சிலர் മാതാவை பார்க்க முடிகிறது. മാതാവിൻ്റെ ആത്മീയമായ രഹസ്യം എന്താണെന്ന് ഈശോ ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ മുമ്പ് ധ്യാനിച്ച അവസരത്തിൽ മാതാവ് വെളിപ്പെടുത്തി തന്ന ഒരു കാര്യമുണ്ട്. മാതാവുடைய ആത്മീയ രഹസ്യങ്ങൾ എന്ന് ജപിച്ച പോത് മാതാവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ. മാതാവിന്റെ പവർ എവിടെ ഇരിക്കുന്നത്? മാതാവുடைய ശക്തി എവിടെ ഇരിക്കുന്നത്? എവിടെയാണ് മാതാവിന്റെ ശക്തി ഇരിക്കുന്നത്? എங்கே മാതാവുடைய വല്ലമൈ ഇരിക്കുന്നത്? എന്താണ് മാതാവിന്റെ മഹത്വത്തിന്റെ അടയാളം? എന്താണ് മാതാവുடைய മഹിമയുടെ അടയാളം? എന്ന് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, இந்த കാര്യത്തെ നാം தெரிந்து கொண்டாൽ നമ്മുടെ ജീവിതത്തിൽ സങ്കടപ്പെടേണ്ടി വരികയില്ല. നമ്മുടെ வாழ்க்கையில் സങ്കടപ്പെട தேவையில்லை. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കും. എന്ത് പ്രശ്നം വന്നാലും നമ്മൾ എതിർപാർക്ക முடியும். മാതാവിന്റെ ആത്മീയ രഹസ്യം, മാതാവിന്റെ ആത്മീയ രഹസ്യം, ഒന്നാമത്തെ കാര്യം ഒരു സ്തുതിയുടെ ജീവിതമാണ് മാതാവ് നയിച്ചത്. മുതൽ കാര്യം തുതിയിൻ வாழ்க்கை வேண்டும். രണ്ടാമത്തെ കാര്യം ഒരു നന്ദിയുടെ ജീവിതമാണ് മാതാവ് നയിച്ചത്. രണ്ടാമത് നന്ദിയുള്ള ഒരു വാർത്ത, നന്ദി ചൊല്ലി. മൂന്ന്, ഒരു ആരാധനയുടെ ജീവിതമാണ് മാതാവ് നയിച്ചത്. മൂന്നാമത് ആരാധനയിൽ வாழ்க்கை வாழ்ந்தார். കരങ്ങൾ തട്ടി കർത്താവിനോട് നന്ദി പറഞ്ഞ് വരെ നമുക്ക് എന്തുകൊണ്ടാണ് സ്തുതിക്കാൻ പറ്റാത്തതെന്നറിയാമോ? അൻപാണവരെ, നാം ഏൻ തുതിക്ക முடியவில்லை தெரியுமா? നമ്മൾ നടന്നു വന്ന വഴികൾ നമ്മൾ ഓർമ്മിക്കുന്നില്ല. നാം നടന്നു വന്ന പാതകളെ നിனைப்பதில்லை. നമ്മൾ എവിടെ നടക്കേണ്ടവരായിരുന്നു? നാം എங்கே നടപ്പവരാக ഇരുന്നോ? ഞാൻ ഓർക്കുകയാണ്, ഞാൻ ആടുമാടുകളെ മേയിച്ച് ഒരു കൊച്ചു ഗ്രാമത്തിൽ കഴിഞ്ഞ ഒരു ബാലനായിരുന്നു. ഞാൻ ആടുമാടുകളെ മേയ്ത്ത് ഒരു സാധാരണ ഗ്രാമത്തിൽ ഇരുന്നൊരു ബാലനാக ഇരുന്നേ. അങ്ങനെ CMI സഭയിലേക്ക് എന്നെ വിളിച്ചു. CMI സഭയ്ക്ക് എന്നെ അழைക്കപ്പെട്ടത്. അങ്ങനെ ഒരു സെമിനാരിയിൽ ചേർന്നു. ഒരു സെമിനാരിയിൽ ചേർന്ന് അങ്ങനെ വൈദിക പട്ടം സ്വീകരിച്ചു. ഗുരുപട്ടത്തെ ഞാൻ പെറ്റുകൊണ്ട് 43 വർഷമായി എനിക്ക് വൈദിക പട്ടം കിട്ടിയിട്ട്. 43 ആണ്ടുകളായിരുന്നു ഗുരുപട്ടം കിടക്ക്. 43 വർഷം ഒരു വൈദികൻ ഒരു ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ എത്ര ബലി അർപ്പണം നടന്നിട്ടുണ്ടായിരിക്കും? 41 வருடம் ഒരു ഗുരുവാണവർ തിരുപ്പള്ളി ചെയ്തിരുന്നാൽ എത്ര തിരുപ്പള്ളി ചെയ്തിരിക്ക முடியும்? പഠിപ്പിസ്റ്റുകളൊക്കെ ഇല്ലേ? കണക്ക് കൂട്ടുന്നവരെ ഇല്ലേ? കണക്ക് പോടുപോലും ആരുമില്ലയാ?
15,000-ത്തിലധികം വിശുദ്ധ ബലികൾ ഈ കൈകൾ കൊണ്ട് ഞാൻ അർപ്പിച്ചിട്ടുണ്ട്. 15,000க்கும் அதிகமான திருப்பலி கைகளில் செய்திருக்கிறேன். സോളമൻ 1000 ബലി അർപ്പിച്ചു കഴിഞ്ഞ അന്ന് രാത്രിയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. சாலமன் 1000 திருப்பலி செய்து முடித்த பிறகு கடவுள் காட்சி கொடுத்தார். സോളമന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. சாலமனுக்கு கடவுள் காட்சி கொடுத்தார். ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ സ്റ്റീഫൻ അച്ഛനും അച്ഛന്റെ ജൂബിലി വർഷം വരും ആകണത്. സ്റ്റീഫൻ ജൂബിലി ആണ്ട് വരപ്പോகிறது. അച്ഛന് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല ഇത് പറയുന്നത് കേൾക്കുന്നത്. അത് കേൾപ്പത് അവർക്ക് പിടിക്കാതെ നിனைக்கிறேன். സ്റ്റീഫൻ അച്ഛന്റെ പട്ടം കിട്ടി കഴിഞ്ഞിട്ട് 25 വർഷമായി. സ്റ്റീഫൻ ഫാദർക്ക് പട്ടം കിട്ടി 25 ആണ്ടുകളായി. പട്ടത്ത് ഫാദറിന് 43 വർഷമായി. പട്ടത്ത് ഫാദർക്ക് 43 വർഷം. ജെയിൻ അച്ഛൻ എത്ര വർഷമായി എനിക്ക് അറിഞ്ഞുകൂടാ. ജെയിൻ ഫാദർക്ക് എவ்வளவு ഇവിടെ ഇരിക്കുന്ന മറ്റു വൈദികർക്ക് പട്ടം കിട്ടി എത്ര വർഷമായി എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റ് ഗുരുവാണർക്ക് എത്ര ആണ്ട് എന്നും தெரியாது. പ്രിയപ്പെട്ടവരെ, വൈദികർക്ക് ഒരു പ്രത്യേകമായ കൃപയുണ്ട്. ഗുരുവാണുകൾക്ക് വിശേഷമാണ് കൃപ ഇരിക്കുന്നത്. അവരുടെ ശിരസിൽ അവരുടെ കൈകൾ ചുമ്മയൊന്ന് വെച്ചാൽ മതി. നം ശിരസിൽ അവർ കൈ ചുമ്മാ വയ്ത്താൽ പോതും ദൈവം അവിടെ പ്രവർത്തിക്കും. കടവുൾ செயல்படுவாർ. ഈശോയെ എടുക്കുന്ന കൈകളാണത്. യേശുവെ എടുക്കുന്ന കരങ്ങൾ അത്. പാപമോചിക്കുന്ന കൈകളാണത്. പാപത്തെ മീட்பு കൊടുക്കുന്ന അനേക മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന കൈകളാണത്. അനേക മക്കൾക്ക് പരിന്തര ചെയ്യുന്ന കൈകൾ. നമുക്ക് സ്തുതിക്കാൻ പറ്റാതെ വരുന്നതിന്റെ കാരണം, നമുക്ക് സ്തുതിക്ക മുടിയാതതற்கு കാരണം ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മുടെ തലയിൽ വെക്കുന്നതുകൊണ്ടാണ്. ആവശ്യമില്ലാതെ നിറയെ കാര്യങ്ങൾ തലയിൽ വയ്ത്തിരിக்கிறோம். ആദ്യകാലത്ത് ഞാനൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് വലിയ മടിയായിരുന്നു. ആരംഭത്തിൽ തുതിത്ത് ജപിക്കാൻ എനിക്ക് ரொம்ப മോശமாக ഇരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു അമ്മച്ചി അങ്ങോട്ട് വാവിട്ട് കരഞ്ഞോണ്ട് വിളിക്കുന്ന കേട്ടിട്ടാണ് എൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞത്. അരികിൽ ഒരു അമ്മ വായ് വിട്ട് സത്തം പോട്ട് തുതിക്കുന്നത് കേട്ടുதான் എൻ വായിലുള്ള കെട്ടുകൾ. ഈ സമൂഹത്തിൽ സ്തുതിപ്പിന്റെ വരം കിട്ടിയിരിക്കുന്ന സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. തുതിപ്പിന് വരം കിടത്ത സഹോദരി സഹോദരങ്ങൾ എങ്കിൽ ഇരിக்கிறீர்கள். എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ, തുതിത്ത് ജപിക്ക വേണ്ടുമെന്നാൽ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇപ്പടി ഞാൻ ചിന്തിக்கிறேன். അവികലമായ നോട്ടം നമ്മുടെ കണ്ണുകളിലൂടെ ഉണ്ടാകരുത്. സേവയില്ലാതെ പാർവൈ കണ്ണുകളിൽ വരക്കൂടാതെ. വ്യക്തമായ കാര്യങ്ങൾ ശ്രവിക്കാൻ ചെവികൾ കൊടുക്കരുത്. മോശமான കാര്യങ്ങളെ കേൾക്ക കാதை കൊടുക്കக்கூடாது. നിന്ദ്യമായ പ്രവർത്തനം കൈകൾ കൊണ്ട് ചെയ്യരുത്. മോശமான செயல்களை நமது கையில் செய்யவும் கூடாது. അവർക്കാണ് ഈ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുക. அப்படி இருந்தால் தான் துதித்து ஜெபிக்க. അല്ലാത്തവർക്ക് സ്തുതിക്കാൻ പറ്റില്ല. இல்லை என்றால் துதிக்க முடியாது. കാരണം കണ്ണുകളിൽ മുഴുവൻ തിന്മയാണ് നിറഞ്ഞിരിക്കുന്നത്. കണ്ണുകളിൽ തീമൈ നിറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റില്ല. ആണ്ടോടെ പ്രസന്നത്തെ അനുഭവിക്കാൻ முடியவில்லை. എന്താണ് ഫാദർ പറഞ്ഞത്? ഫാദർ എന്നെ ചൊന്നേൻ, അവികലമായിരിക്കുന്ന കാഴ്ചകൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണരുത്. തവറാണ് കാഴ്ചകളെ കണ്ണുകൾ പാർക്ക കൂടാതെ. വ്യർത്ഥമായ സംസാരത്തിന് ചെവി കൊടുക്കരുത്. മോശமான വാർത്തകൾക്ക് കാത് കൊടുക്ക കൂടാതെ. നിന്ദ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ കൈകൾ കൊടുക്കരുത്. തവറാണ് കാര്യങ്ങൾ കൈ ചെയ്യവും കൂടാതെ. എന്നിട്ട് കരങ്ങൾ ഉയർത്തി നോക്കിയാൽ അറിയാതെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. യേശു എന്നൊന്ന് വിളിച്ച വലത് കരം ഉയർത്തി യേശുവേ എന്ന് കൂപ്പിടുങ്ക. യേശുവേ 3 മുറ കൂപ്പിടുങ്ക. യേശുവേ യേശുവേ യേശുവേ. നമുക്കിപ്പോ ധ്യാന മന്ദിരത്തിൽ ഇരുന്നപ്പോ യേശുവിനെ വിളിക്കാൻ നല്ല എളുപ്പമാണ്. ധ്യാനത്തിൽ ഇരിക്കുന്ന പോലെ യേശുവിനെ കൂപ്പിടാൻ മുടിയും. ഒരു നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഒരു നെഗറ്റീവാണ് കാര്യത്തെ കേട്ടുകൊണ്ടിരിக்கிறோம். എൻ്റെ മനസ്സിനെ ഡിപ്രസ് ആക്കുന്ന ചില കാര്യങ്ങൾ അയൽവാസികളോ അല്ലെങ്കിൽ ഭർത്താവോ മക്കളോ പറയുമ്പോൾ ആ അമ്മയ്ക്ക് എങ്ങനെ സ്തുതിക്കാൻ സാധിക്കുക? മനതിൽ ഡിപ്രഷൻ വരുന്ന നിലയിൽ കണവരോ പക്കത്തെ വീട്ടുകാരോ செயல்பட்டால் எப்படி അവർക്ക് തുതിക്ക முடியும்? കർമ്മലമാതാവിന്റെ മുഖത്തേക്ക് നോക്ക്. കർമ്മലമാതാ മുഖത്തെ പാർക്ക வேண்டும். അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്ക്. അമ്മാവിൻ കയ്യിൽ ഇരിക്കുന്ന കുഴந்தை യേശുവെ പാർക്ക നിന്നെ வேண்டும். സ്തുതിക്കാൻ നിന്റെ നാവിന്റെ കെട്ടഴിച്ചു തരും. തുതിപ്പതற்கு നാവിൻ കെട്ടുകളെ അവിழ்த்து കൊടുപ്പാർ. ഈ സ്തുതിച്ച് പ്രാർത്ഥിക്കാത്തവർക്ക്, തുതിത്ത് ജപിക്കാത്തവർക്ക് ഹൃദയത്തിൽ നിന്ന് തിന്മകൾ വിട്ടുപോകുകയില്ല. ഹൃദയത്തിൽ തിന്മകൾ വിട്ടുപോകാതെ. അപ്പൊ അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഭയപ്പാട് നമുക്ക് വേണ്ട. தேவையில்லாத பயம் நமக்கு வேண்டாம். നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഞെരുക്കങ്ങളെ കുറിച്ച് നിങ്ങൾ ആ സമയത്ത് ചിന്തിക്കേണ്ട. வாழ்க்கையிலுள்ள நெருக்கத்தை பற்றி சிந்திக்க கூடாது. നമ്മൾ സ്തുതിച്ചങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ துதித்து ஜெபிக்கிற போது സ്വർഗീയ മാലാഖമാർ നമ്മുടെ സവിധത്തിലേക്ക് കടന്നു വരും. വിണ്ണകത്തിൻ വാനദൂതர்கள் നമ്മ അരികിൽ കടന്നു വരുവാர்கள். അന്ന് ഭരത് ഫാദർ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിനേക്കാൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് നിന്നിരുന്ന ഒരു പാവപ്പെട്ട അമ്മയുടെ സ്തുതിപ്പാണ് എൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചത്. പട്ടത് ഫാദർ കരിസ്മാറ്റിക് പ്രേയർ വരുവதற்கு മുൻപ് എൻ അരികിലിരുന്ന ഒരു ഏഴை തായിയുടെ സ്തുതിപ്പ് താൻ എൻ നാവിന്റെ കെട്ടുകളെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്തുതിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ എല്ലാവരും തുതിക്ക முடியும் என்று எனக்கு தோணவில்லை.
ഒന്ന് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ നോക്കി, ഒന്ന് കരങ്ങൾ ഉയർത്തിയാൻ, കരം ഉയർത്തി സ്തുതിക്കാൻ രണ്ട് കരങ്ങൾ ഉയർത്തിയ ഒരു മിനിറ്റ് നേരം അങ്ങോട്ട് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേൻ, സ്തുതിച്ച് പ്രാർത്ഥിച്ചാൻ പെരുമഴ പോലെ ഒന്ന് പെയ്യട്ടെ, സ്തുതിച്ച് പ്രാർത്ഥിച്ചാൻ നാവിന്റെ കെട്ടുകളൊക്കെ നഴിയട്ടെ. മാതാവിന്റെ ആത്മീയ രഹസ്യമാണ് ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ, മംഗളവാർത്ത നാളിലും കാൽവരിയുടെ മരക്കുരിശിൻ ചുവട്ടിലും മാതാവ് പരാതി പറഞ്ഞില്ല, ഒരു സങ്കടപ്പെട്ടില്ല. ദൈവം അറിയാതെ എന്നിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് മറിയത്തിന് അറിയാമായിരുന്നു. ആ വിശ്വാസമാണ് കരങ്ങൾ ഉയർത്താൻ പഠിപ്പിച്ചതെങ്കിൽ ആശ്രമത്തിൽ, ഈ ധ്യാനമന്ദിരത്തിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന സർവ്വ മക്കൾക്ക് അവരുടെ കുടുംബത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ, അവരുടെ ഓഫീസ് മുറിയിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ, അവരുടെ ജീവിത സാഹചര്യം സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ നാവിന്റെ കെട്ടുകൾ അഴിച്ചു കൊടുക്കണം.